ഹലോ. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനില്ലേ, അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓൾറെഡി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഒരു മുട്ട, ഇത്രയും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്തത്. മാരിനേറ്റ് ചെയ്ത് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഞാൻ മാറ്റുകയാണേ. ഞാൻ 2 സെക്ഷനായിട്ടാണ് മാറ്റിയത്, മീൻസ് ഫ്രൈ ചെയ്തത്. അതിനുശേഷം അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളിയും, കുറച്ച് പച്ചമുളകും ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കി കറികളൊക്കെ വയ്ക്കുന്ന പോലെ ഒത്തിരി മസാലകളൊക്കെ ഇട്ട് ഇളക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണല്ലേ നമ്മുടെ ചിക്കൻ ചില്ലിയൊക്കെ. അപ്പോൾ ഞാൻ ദേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചമണം ഒന്ന് മാറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഉപ്പിടുന്നില്ല, കാരണം ഉപ്പിട്ട സവാള പെട്ടെന്ന് വെന്ത് പോകുമല്ലോ. നമ്മൾ സാധാരണ ഈ ചില്ലി ചിക്കനിലൊക്കെ അത്യാവശ്യം നല്ല ക്രഞ്ചി ആയിട്ടല്ലേ കിടക്കുന്നത് നമ്മുടെ സവോളയും ക്യാപ്സിക്കും എല്ലാം. ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ പച്ച കളർ ക്യാപ്സിക്കം കേട്ടോ നല്ല ഭംഗി കൊടുക്കുന്നത്. എനിക്ക് റെഡ് കളറിനെക്കാളും പച്ചയാണ് ഇഷ്ടം. എനിക്ക് പച്ച കിട്ടില്ല, അതുകൊണ്ടാണ് റെഡ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ക്യാപ്സിക്കം കൂടി ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് സോസായിട്ട് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. വേറെ സോസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ സോസുകളും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതും കൂടെ നന്നായിട്ട് ഈ സവോളയിലും ക്യാപ്സിക്കത്തിലും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ഇടുന്നുണ്ട്. ഈ ചിക്കനും ക്യാപ്സിക്കവും സവാളയും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/4 ടേബിൾ സ്പൂണിൽ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് തിളച്ചൊന്ന് വന്നാൽ മതി കേട്ടോ. അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചില്ലി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.